കുംഭകർണൻ തന്റെ വാക്ക് കേട്ട് നൃപൻ കുംഭകുലുക്കിയിട്ടിത്തം കഥിച്ചു, ധർമ്മശാസ്ത്രം പറഞ്ഞ് തരാതെ നീ യംഗം ചെയ്യുവാനായി പോക വേഗം തന്നെ. സാർവഭൗമൻ തൻ ചപല വാക്ക് കേട്ട് സോദരൻ പിന്നെ എതിർവാക്ക് ചൊല്ലാതെ രാമാന്തികെ ചെന്നാനാഹവം ചെയ്യാൻ, രാമബാണം പുൽകി മോക്ഷം പ്രാപിക്കാൻ. ഉന്നത ഗ്രാവം പോൽ മെയ്യുള്ള നൈര്യതൻ തൻ പ്രഹരണങ്ങൾ ചുഴറ്റിക്കൊണ്ടു വന്നടുക്കുന്ന നേരത്ത് വാനരവൃന്ദങ്ങളെല്ലാം ഓടിയൊളിച്ചു. സംഭ്രമം പൂണ്ടു വിഭീഷണൻ വേഗേന തന്നഗ്ര്യൻ തന്നഘ്രിയിൽ വീണുകൊണ്ട് സംഭവിച്ചതെല്ലാം ചൊല്ലി യഥാക്രമം സന്ദേഹം പൂണ്ടങ്ങന്തികേ നിന്നു. തന്റെ ജഘന്യയെ ആശ്ലേഷിച്ചും കൊണ്ട് മന്ദഹാസം ചെയ്ത് കുംഭകർണൻ ദ്രുതം അംബോരുഹാക്ഷന്റെ പാദസേവ ചെയ്ത് സന്തോഷപൂർവം വസിക്കാനുര ചെയ്തു. രത്നാകരത്തിന്നല പോലെ വന്നിട്ട് മർക്കടവീരരെ അസംഖ്യം കൊന്നിട്ട് മിത്രസുതനെ എടുത്തും കൊണ്ടങ്ങ് നിഷ്ക്രമിച്ചാശരൻ പെട്ടെന്നു തന്നെ. പുണ്യജനൻ തന്റെ മൂക്കും ശ്രവണവും തൻ ദന്തത്താൽ ഖണ്ഡിച്ചെടുത്ത് നിഷ്ക്രമിച്ച പത്മാക്ഷനന്ദനൻ തന്റെ പിന്നാലെ പിന്നെയും പോയി വന്നെത്തി രണാങ്കണേ. അന്നേരം ദാശരഥിയായ ലക്ഷ്മണൻ മഞ്ഞോ പൂണ്ടമ്പുകളെയ്തെങ്കിലും വന്യഭാവത്തോടെ സൗമിത്രിയെ വിട്ട് വിണ്ണവർ നാഥന്റെ ചാരേ എത്തി. രാമൻ അന്നേരം ബാണങ്ങൾ വർഷിച്ച ശരൻ തന്റെ ഇടം കൈമുറിച്ചപ്പോൾ തൻ വലം ഹസ്തത്താൽ സാലമെടുത്തവൻ വൈകാതെ തന്നെ ഒരുങ്ങി നിന്നു. പിന്നെയും ശ്രീരാമനെയ്ത ചാപത്താൽ പുണ്യജനൻ തന്റെ വലങ്കരവും ഖണ്ഡിച്ചെങ്കിലും ആശരൻ പിന്നെയും വന്യനാളം പോൽ ജ്വലിച്ചു വന്നു. വക്രം പിളർന്നങ്ങെത്തിയ അരക്കന്റെ വക്രത്തിലേറെ പ്രതികളെ ഇത് ഉത്തുംഗപാദവും വെട്ടിമുറിച്ച് നക്തൻ ശരനെ വീഴ്ത്തി ശ്രീരാമൻ. നാരദസ്തുതി. പൃഥ്വിയിലാശരൻ വീണത് കണ്ട് സിദ്ധ ഗന്ധർവരും മറ്റു ദേവന്മാരും പുഷ്പവൃഷ്ടി ചെയ്ത് ഭക്തി പുരസ്സരം ചിൽപുരുഷനെ കീർത്തിച്ചു നിന്നു. അംഭോജ സംഭവതനയൻ മഹാമുനി സംഗീതലോലുപൻ നാരായണപ്രിയൻ വന്നെത്തി രാമൻ പരാപരൻ തന്നെ വൈഭവങ്ങളെല്ലാം കീർത്തിച്ചാനിത്തം. വിശ്വസാക്ഷിയായ വിശ്വമൂർത്തിയെ അങ്ങ് ശിഷ്ടപരിരക്ഷ ചെയ്യുവാനായി സദാ സുഖ ദുഃഖഭാവങ്ങൾ കൈക്കൊണ്ടനുദിനം മർത്യനായി വന്നു പിറക്കുന്നു ഭൂമിയിൽ. ബ്രഹ്മരൂപത്തിൽ സൃഷ്ടികർത്താവായും സർവരൂപത്തിൽ സംഹാരകനായും സത്യപ്രധാനിയാം വിഷ്ണുവായും സദാ ചിൽപുരുഷനായി അങ്ങ് നിത്യം മരുവുന്നു. ധർമ്മഭ്രംശങ്ങളെ നീക്കുവാനായി നിർമ്മല ജീവികൾക്കാശ്രയമായി നിർമ്മല ജീവികൾക്കാശ്രയമായി കർമ്മസാക്ഷിയായ പരബ്രഹ്മമാകും നീ ധർമ്മപരിപാലനാർത്ഥം ജന്മം കൊള്ളുന്നു. സ്വരൂപത്തെ കാണുവാനിച്ഛിച്ച് താപസശ്രേഷ്ഠരും മറ്റു വിഭുതരും ജന്മങ്ങൾ തോറും നിമിഷങ്ങൾ തോറും നിന്നെ ഉപാസനം ചെയ്തു വസിക്കുന്നു. നിന്റെ ഗീതങ്ങൾ പാടി സദാകാലം മഞ്ഞിലും ദ്യോവിലും സഞ്ചരിച്ചിടുവാൻ എന്നെ അനുഗ്രഹിച്ചിടണേ ദൈവമേ വിണ്ണവർനാഥനേ. കൈതൊഴാം കൈതൊഴാം. എത്രയും വേഗമരിയാമരക്കനെ നിഗ്രഹം ചെയ്ത് രക്ഷിക്ക പാരിനെ. വിശ്വംഭരയുടെ ഭാരം പകുതിയും തൽക്ഷണം തീരുമെന്നറിയുന്നു ഞാൻ വിഭോ. ഇങ്ങനെ ചൊല്ലി ബ്രഹ്മതനയനങ്ങഞ്ജസാ പിൻവാങ്ങി ആകാശമാർഗേ ബ്രഹ്മലോകത്തിലേക്ക് എത്തിയിടുവാനായി ബ്രഹ്മമാം രാമനെ വന്നിച്ചും കൊണ്ട്
അതികായവധം. തന്റെ സഹോദരൻ കുംഭകർണൻ തന്റെ പഞ്ചത വാർത്തയറിഞ്ഞ് ദശാനനൻ ഖിന്നത പൂണ്ടങ്ങ് പൈത്യം പറഞ്ഞങ്ങർത്ഥന ചെയ്താനമാത്യരോടഞ്ജസാ. ക്രവ്യാത വീരരിട്ടുപേർ ക്ഷിപ്രം ക്രന്ദനം ചെയ്യുന്ന ഭൂപൻ തൻ ചാരേ വന്നാനതിദ്രുതമനുക്രോശം പൂണ്ട് പിന്നെ നിർഗമിച്ചവർ സൈന്യവുമൊത്ത്. ആയിരമായിരം നക്തഞ്ചരന്മാർ ആനകളും മറ്റു സന്നാഹവുമൊത്ത് പാരാവാരം പോൽ പരന്നത് കണ്ട് ആശ്ചര്യം പൂണ്ടു നിന്നോ കപിവരർ. കണ്ടുള്ള വാനരശ്രേഷ്ഠരെ കല്ലും മരങ്ങളും മറ്റു ശസ്ത്രങ്ങളും കൊണ്ടങ്ങു കൊന്നു മുടിച്ചിട്ടാശരർ മുന്നേറി ദ്രുതം രണാങ്കണം തന്നിൽ.